ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് അസിത ഭയങ്കരമായ ഒരു അറ്റാക്ക് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് നേരെ നടക്കുന്നുണ്ട്. അത് പല തരത്തിലാണ്. അത് ഈ ചർച്ചയ്ക്ക് പോയാൽ അത് പ്രശ്നം. കേന്ദ്രമന്ത്രി ആ ചർച്ചയ്ക്കുള്ള അവസരം നൽകിയില്ല, അത് അടുത്ത ദിവസം നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിലാണ് ഭയങ്കരമായ ഒരു സൈബർ അറ്റാക്ക്. ഇന്നലെ ഈ പറയുന്ന ഒരു ഹാൻഡ് ബാഗിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മളുടെ മാധ്യമങ്ങളുടെ ഒരു നൈതികത അല്ലെങ്കിൽ എന്താണ് ഈ വിമർശനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് പ്രധാനമന്ത്രി 2022 മുതൽ നടത്തിയ വിദേശയാത്രയുടെ ഒരു കണക്ക് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 280 കോടി രൂപയാണ് ഈ വിദേശയാത്രകൾക്ക് ഈ 2 വർഷം കൊണ്ട് ചിലവാക്കിയത്. അവിടെയാണ് ഒരു ഹാൻഡ് ബാഗിൻ്റെ കണക്കുമായിട്ട് നമ്മുടെ ചില മാധ്യമങ്ങൾ ഇറങ്ങുന്നത്. അതേസമയം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു മാധ്യമം 1 മിനിറ്റ് മാറ്റിവെച്ചതായി അസിത കാണുന്നുണ്ടോ? തീർച്ചയായും അവിടെയാണ് പ്രശ്നം. ഈ 2 തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ആരോഗ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം വരുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ചും ഷമി പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മടങ്ങി വരുന്ന ഘട്ടത്തിൽ തന്നെ അനുവാദം ചോദിച്ച്, കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ച് ഇമെയിൽ അയച്ച ഡേറ്റ് സഹിതം മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളെ മുൻനിർത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ അത് പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ അതിനുശേഷവും തുടരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ആക്രമണങ്ങൾക്കെതിരെയുമാണ് വീണ ജോർജ് ഇന്ന് രംഗത്ത് വരുന്നത്. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് കൃത്യമായ അജണ്ടയോടെയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ പറയുന്നു. മന്ത്രിക്കെതിരായ വാർത്തയ്ക്കായി ഈ നിലയിൽ മുന്നിട്ടിറങ്ങിയ മാധ്യമങ്ങൾ യാഥാർത്ഥ്യം പക്ഷേ വെളിവായി വരുമ്പോൾ അത് ഒറ്റക്കോളം വാർത്തയിൽ ചുരുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ ഗതിയിൽ അങ്ങനെയൊന്നും വീണ ജോർജ് പ്രതികരിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് ഈ വ്യക്തിപരമായ ആക്രമണങ്ങൾ നീങ്ങുമ്പോൾ ചിലപ്പോൾ ആരും പ്രതികരിച്ചു പോകും. അതെ, ഇതിനു മുൻപ് ഈ സമാനമായ രീതിയിലായിരുന്നു. ഈ ആശാപ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയെ കാണാനായി എത്തിയപ്പോൾ ഭർത്താവ് മോശമായി പെരുമാറി എന്നുള്ള രീതിയിൽ ഉള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇന്നലെയും ഈ പറയുന്ന ഒരു ആശാ വർക്കർ ഒരു മാധ്യമത്തിന് നൽകി, ഇന്നലെ നമ്മളത് കാണിച്ചതാണ്, ചോദിക്കുകയാണ് ഹിന്ദി അറിയാത്ത വീണ ജോർജ് എന്തിനാണ് ദില്ലിയിൽ പോകുന്നത്. അവരുടെ സമരത്തിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് പറയാം, പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ ആശാവർക്കർമാർ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ അതിൽ മാധ്യമങ്ങളുടെ കൂടി ഇരട്ടത്താപ്പിനെയാണ് മന്ത്രി വിമർശിക്കുന്നത്. ഇനി പറയാതെ വയ്യ എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പേജിലെ മന്ത്രി വീണ ജോർജിന്റെ കുറിപ്പ്. ആശാപ്രവർത്തകർ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഡൽഹിയിലെത്തുന്ന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമം നടത്തിയത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല. ഇതു സംബന്ധിച്ച് ചില പത്രങ്ങൾ നൽകിയ വാർത്തയെ വിമർശിച്ചാണ് മന്ത്രി രംഗത്തെത്തിയത്. മുൻകൂർ അനുമതി തേടിയില്ല, ആശമാരെ പറഞ്ഞുപറ്റിച്ചു തുടങ്ങിയ തീർത്തും തെറ്റായ കാര്യങ്ങൾ ആദ്യ വരികളിൽ തന്നെ കൊടുക്കാൻ അതിജാഗ്രത പുലർത്തിയ പത്രം തൊട്ടടുത്ത വരികളിൽ തന്നെ അറിയാതെ സത്യം പറഞ്ഞു പോകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. സന്ദർശനാനുമതി തേടി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ച സമയം വീണ ജോർജ് തന്നെ പുറത്തുവിട്ടുവെന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് മെയിൽ അയച്ചുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ ജോർജ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് താൻ അറിഞ്ഞില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയെ അറിയിച്ചിരിക്കുന്നതെന്ന് വാർത്തയിൽ കാണാം. കേന്ദ്രത്തിന്റെ സ്കീമിലുള്ള സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി അനുമതി തേടിയിട്ട് ആ വിഷയം അറിഞ്ഞില്ലെന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അവിടെ ഉണ്ടായ വീഴ്ച മാധ്യമങ്ങൾ ചിന്തിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. വീണ ജോർജിനെ കാണാൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ലെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടതായും ആ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമായി ഉത്തരം പറഞ്ഞില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഭയിൽ വ്യക്തമായി ഉത്തരം പറയാതെ ചേംബറിലേക്ക് MP ക്ഷണിച്ചെന്നും പ്രത്യേകം പറയുന്നു. ഗൗരവതരമായ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചുവെന്ന് എഴുതിപ്പിടിപ്പിക്കാനാണ് മാധ്യമങ്ങൾക്ക് ധൃതിയെന്നും വീണ ജോർജ് കുറ്റപ്പെടുത്തുന്നു. യാഥാർത്ഥ്യങ്ങൾ കാണാത്തത് ചില മാധ്യമപ്രവർത്തകരുടെ ഇടതുവിരുദ്ധത മൂലമുള്ള അന്ധത കൊണ്ടാണെന്നും സത്യം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞാണ് മന്ത്രി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.